ശ്രീ ഫ്രെഡി ഫ്രാൻസിസ്, ഞാൻ അങ്ങയിലേക്ക് വന്നപ്പോൾ അങ്ങ് വലത് നിരീക്ഷകൻ കൂടി സംസാരിച്ചതിന് ശേഷം സംസാരിക്കാം എന്ന നിലപാടെടുത്തതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് പോയത്. ശ്രീ ഫ്രെഡി ഫ്രാൻസിസ്, ഒന്ന്, CJP ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 190 ദിവസത്തിനുള്ളിലാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു സമര വിജയം സ്വന്തമാക്കിയത്. ഇനിയുള്ള രാഷ്ട്രീയ പരിപാടികൾ എങ്ങനെയാണ്? കേന്ദ്ര തീരുമാനത്തിലേക്ക്, ഏറ്റവും അനിവാര്യമായ പ്രധാന രാജിയിലേക്ക് എങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റിനെ എത്തിക്കാൻ സാധിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരു മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആണ്. ജെൻസിക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് ഭാഗമായിട്ട് ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും അവരുടെ രക്ഷിതാക്കളും അവരുടെ കൂട്ടുകാരും അവരുടെ വീട്ടുകാരും അവർക്കറിയാവുന്നവരും ഇതുപോലെ എല്ലാവരും തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതിലെല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു CJP എന്ന് പറയുന്ന ആശയം ഉണ്ടായ അന്നത്തെ ദിവസത്തിന് ശേഷം ഫസ്റ്റ് കൊടുത്ത ഇന്റർവ്യൂ റിപ്പോർട്ടറിനാണ്. അന്ന് മലയാളത്തിൽ വേറെ ചാനലുകളൊന്നും ചർച്ചയ്ക്ക് പോലും മീൻസ് ഇതെടുത്തില്ലായിരുന്നു, ഈ ടോപ്പിക് എടുത്തില്ലായിരുന്നു. അപ്പോ ഞങ്ങൾ പാറ്റകളെല്ലാം ഇപ്പൊ നിങ്ങളുടെ ഈ സ്ട്രീമിംഗ് കണ്ടോണ്ടിരിക്കുവാണ്. ആൻഡ് വി ആർ സ്ട്രീമിംഗ് ഇൻ അവർ ഓൺ പ്ലാറ്റ്ഫോം. അപ്പോ ഇപ്പൊ അവരെന്നോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, എങ്ങനെയാണ് ചേട്ടാ അവിടെ ചിരിക്കാതെ ഇരിക്കുന്നേ എന്നാണ് എന്നോട് ചോദിച്ചത്. ഇപ്പൊ വലത് നിരീക്ഷകൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഡീപ് സ്റ്റേറ്റ് CIA ഏജന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ എനിക്കിവിടെ ഇങ്ങനെ ചിരികൾ പൊട്ടി എറിയുവാണ്. ഇത് ഞാൻ ബെറ്റ് വെച്ചിട്ടാണ് കയറിയത് പിള്ളേരുടെ അടുത്ത്. ഈ ഒരു വാക്ക് പറഞ്ഞിരിക്കും. അപ്പോ പിള്ളേർ എന്റെ അടുത്ത് പറഞ്ഞു, PhD ഒക്കെ ഉള്ള സാറാണ്, ചിലപ്പോ പറയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും അത് പറഞ്ഞു. ഓക്കെ. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ രാവിലത്തെ പ്രസ് മീറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റേണൽ ഫണ്ടിങ് ഒന്നും ഇതുവരെ CJPക്കോ അതായിട്ട് ബന്ധപ്പെട്ട ആർക്കോ കിട്ടിയതായിട്ട് ഒരു തെളിവുമില്ല, ഒന്നുമില്ല. അപ്പോ PhD ഒക്കെ ഉള്ള സാറ് ഇതിന്റെയൊക്കെ സൈറ്റേഷൻ, അല്ലെങ്കിൽ താങ്കൾക്ക് കിട്ടുന്ന ന്യൂസിന്റെ സൈറ്റേഷൻ ഒക്കെ ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണ്, വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. And thanks to Comrade Rahim, thanks to Jindo, thanks to Director Ashik Abu. Comrade Rahim അവിടെ ആദ്യം മുതലുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾ, അതായത് EISA, SFI, AISF, അവര് തുടക്കം മുതൽ അവിടെ ഉള്ളതാ. അതിപ്പോ വാങ്ചുക് സാറിനെ നിങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ കൂടെ പറയേണ്ട ഒരു പേരും കൂടിയാണ് നേഹ ബോറ. ഇന്ന് നമ്മളുടെ ജെൻസിയുടെ വേറെ ഒരു എന്താ പറയാ ക്രഷ്, അല്ലെങ്കിൽ നാഷണൽ ക്രഷ് ആയിട്ട് നേഹ ബോറ എന്ന് പറഞ്ഞൊരു ഐക്കണും കൂടി ഇന്ന് ഉണ്ട്. അപ്പോ ആ ഒരു പേര് വിട്ട് കളയരുത്. കാരണം ആ ഒരു പെൺകുട്ടിയും ഈ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് അവിടെ പട്ടിണി കിടന്നതാണ്, അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരുന്നതാണ്. അപ്പോ ആ പേര് വിട്ടു പോവരുത് എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും താങ്ക് യു. ട്രേഡ് യൂണിയൻസ്, ലേബർ യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ്, എല്ലാ സംഘടനകളും നമ്മളോട് സഹകരിച്ചു, നമ്മളുടെ കൂടെ പ്രവർത്തിച്ചു. അതുകൂടെ തന്നെ ഇതൊരു പരാജയമാണ്, ഇതൊരു വലിയൊരു പരാജയം കൂടിയാണ്. അതായത് കഴിഞ്ഞ 12 വർഷം നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ പോട്ടെ, ഇന്ത്യയുടെ അൽഗോറിതം അടക്കി ഭരിച്ച സംഘപരിവാർ IT സെല്ലിന്റെ ഏറ്റവും വലിയ പരാജയമാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. അതിന് കാരണക്കാരായ ഒട്ടനവധി കുട്ടികൾ ഇപ്പോൾ ഇത് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പീപ്പിൾ ആർ സ്ട്രീമിംഗ്. സോ വെരി ഹാപ്പി ടു റെപ്രസെന്റ് ഓൾ ദ കോക്രോച്ചസ് ഹിയർ. ആൻഡ് ഇവരുടെ മതവിദ്വേഷം, ഈ ജാതി പരാമർശങ്ങള്, ഈ അല്ലെങ്കിൽ ഹെയ്റ്റ് നറേറ്റീവ്സ്, നുണകള്, ഇതിനെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫാക്ട് ചെക്കേഴ്സ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫാക്ട് ചെക്കിംഗ് ഫേംസ് വരെ നമ്മളോട് സഹകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ളതും ബാംഗ്ലൂരുള്ളതും ഹൈദരാബാദിലുള്ളതൊക്കെ ആയിട്ട്. അപ്പോ എല്ലാവർക്കും വളരെ നന്ദി. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സംസാരിച്ചതിന്റെ ചില കാര്യങ്ങൾ, വിമർശിക്കപ്പെടേണ്ടുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് CJP എന്ന് പറയാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈംഗിക സവിശേഷതകളുള്ള ആളുകൾ, അവിടെ സ്വത്ത് സവിശേഷതകളുള്ള ആളുകൾ ഒക്കെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇതാണ് CJP എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലയ്ക്ക് കാണാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ ഫണ്ടിംഗ് ആണ് CJP, ഇവരുടെ ബി ടീമാണ് CJP എന്ന് പറയാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇത് നോക്കുമ്പം ഒരു ചുവട്, അതിനുള്ളിൽ തന്നെ ഇപ്പം നോക്കൂ, നിഹംഗുകൾ വന്ന സമയത്ത് നേരിയ തോതിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ആ കുട്ടികൾക്ക് പരിക്കേൽക്കുന്നുണ്ട് എങ്കിൽ സംരക്ഷിക്കുക എന്ന മനോഭാവത്തോടു കൂടി വന്നതാണ്. പക്ഷേ ചില പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ചാപ്പ കുത്താൻ, ലേബൽ ചെയ്യാനുള്ള പലതരം ശ്രമങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഈ നൂൽപാലത്തിലൂടെ നടപ്പ് എത്രത്തോളം വലിയ പരീക്ഷണമായിരുന്നു? പേഴ്സണലി എന്നെ കുറെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി അതിപ്പോ പറയേണ്ടതില്ല, ന്യൂസിൽ പറയേണ്ടതില്ല. ഓക്കെ. അപ്പോ ഇതുപോലെ മുഖം കാണിച്ച് സംസാരിച്ച പലരുടെയും ജോലി ഇന്ന് ഇന്ത്യയിൽ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് പലരുടെയും ജോലി പോയിട്ടുണ്ട്. നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ ജെൻസി ആണ്, അല്ലെങ്കിൽ യൂത്ത് ആണ്.
അപ്പോ ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വലിയ യുവതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ശബ്ദിക്കാനും മുമ്പോട്ട് വരാൻ സാധിച്ചതിൽ വളരെ നന്ദി. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, ഈ നുണ കൊണ്ട് കെട്ടുന്ന എല്ലാ കോട്ടകളും ഒരു ദിവസം വീഴും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ രാജി. Debate with Madhu Saji.